ദിൽഷന് ഇപ്പോൾ കുറേ സിനിമകളാണല്ലോ. ഇപ്പോൾ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലുള്ളതാണോ ഇഷ്ടം, സംവിധായകനാണോ ഇഷ്ടം, നിർമ്മാതാവാനാണോ ഇഷ്ടം? ഏത് കുപ്പായമാണ് ഏറ്റവും ഇഷ്ടം? ഇഷ്ടം സംവിധാനം ചെയ്യാനാണ്. ഏറ്റവും എൻജോയ് ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ അതിൽ തന്നെ എനിക്ക് രാജേഷ് മാധവന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഓർമ്മയുണ്ട്, ദിലീഷേന്റെ ക്യാരക്ടർ സിനിമകളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലെ കാസ്റ്റിംഗ് അതിലൊക്കെ പ്രത്യേക ഒരു കഴിവാണ് ദിലീഷേട്ടൻ എന്ന് പറയും. എങ്ങനെയാണ് തെരഞ്ഞു പോകുക ആളുകളിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് ഓരോ ആൾക്കാരെ പ്ലേസ് ചെയ്യുന്നത്? നമ്മളൊരു സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു അവസാന ഘട്ടത്ത് എത്തുമ്പോഴത്തേക്കൊക്കെ നമുക്കൊരു ക്യാരക്ടറിനെ കുറിച്ചൊരു വേഗ ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ ക്യാരക്ടറിന് ഏറ്റവും ചേരുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളൊരു പ്രോസസ്സിലായിരിക്കും. ഞാൻ പിന്നെ അതിനുവേണ്ടി ഒരു കുറച്ചധികം എഫേർട്ട് എടുക്കാറുണ്ട്. കറക്റ്റ് ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം ഓഡിഷൻസും ഒരുപാട് തപ്പലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു എഫേർട്ട് കൃത്യ ആൾക്ക് വേണ്ടി എടുക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാസ്റ്റിംഗ് കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിലെ പെർഫോമൻസ് പൊതുവെ സേവ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാസ്റ്റിങ്ങിന് വേണ്ടി ഞാൻ എഫേർട്ട് എടുക്കാറുണ്ട്. സീരിയസ് റോളുകളാണോ ഇഷ്ടം? എന്താ അഭിനയിക്കാനോ? അങ്ങനെയൊന്നുമില്ല, കിട്ടുന്ന എന്ത് എല്ലാം ചെയ്യും. കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ചേട്ടൻ മൈസൂരാന്ന് തോന്നുന്നു പഠിച്ചിരുന്നു കോളേജ് ടൈമിൽ. അപ്പോ അവിടെ ഒരു മലയാളി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആദ്യമായിട്ട് അഭിനയം തുടങ്ങുന്നത് അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ മലയാളി ഉണ്ടെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല. അതല്ല, അവിടെ ഒരു റോൾ ഉണ്ട്. ഇല്ല, അത് ഞാൻ മൈസൂരിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചന്ദൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മലയാള സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് സിനിമയോടുള്ള താല്പര്യം കൊണ്ട് ഷൂട്ട് കാണാൻ വേണ്ടി ചെന്നാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ തിയേറ്ററിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി എന്നെ പിടിപ്പിച്ചിരുത്തി. അത് പറഞ്ഞാലൊക്കെ മനസ്സിലാകുന്ന ഒരാളാണല്ലോ, മലയാളം അറിയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട്